ആ, 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 ഏ, ആർഹസാ. ഒരു കാലഘട്ടത്തിലെ രാജഭരണത്തിന്റെ സ്മൃതികൾ ഉറങ്ങുന്ന വഴികളിലൂടെ തന്നെയാണ് എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്ര കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നതും കായംകുളം രാജവംശത്തിന്റെ ക്ഷേത്രവുമായുള്ള ആത്മീയ ബന്ധം തന്നെയാണ്. യുഗാന്തരങ്ങളോളം പഴക്കമുണ്ട് ഭാരതത്തിലെ രാജപരമ്പര കഥകൾക്ക്. അതുകൊണ്ട് തന്നെ രാജഭരണങ്ങളെക്കുറിച്ചും രാജധർമ്മങ്ങളെക്കുറിച്ചും രാജനീതികളെക്കുറിച്ചുമൊക്കെ എത്രയെത്ര കഥകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതിഹാസങ്ങളായ രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ അതാത് കാലഘട്ടങ്ങളിൽ ധർമ്മം പുനഃസ്ഥാപിക്കാനായി ഓരോരോ വേഷത്തിലും ഭാവത്തിലും അവതരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ പല രാജവംശങ്ങളുടെയും ചരിത്രവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതാ ഇവിടെ എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും കായംകുളം രാജവംശത്തിന്റെ കഥകളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്നത് ഒരു ചരിത്ര സത്യം. പക്ഷേ എരുവ ഗ്രാമത്തിന്റെ ചരിത്രത്തിന് യുഗങ്ങൾക്കപ്പുറത്തെ മറ്റൊരു കഥയുമായും ബന്ധമുണ്ട് എന്നതാണ് മറ്റൊരു മഹാത്ഭുതം. അതും ദ്വാപരയുഗത്തിലെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലഘട്ടവുമായി. സർവവ്യാപിയായ ഭഗവാൻ പ്രപഞ്ചത്തിലെ ഓരോ സൂക്ഷ്മ ബിന്ദുവിലും കാലാന്തരങ്ങളില്ലാതെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. മഹാഭാരത കഥ നടക്കുന്ന കാലത്ത് അർജുനനും കൃഷ്ണനും കൂടി ഈ വഴി നടന്നു പോവുകയുണ്ടായി. ആ കാലത്ത് അമ്പലപ്പുഴ മുതൽ ഇങ്ങോട്ട് എരുവയുടെ കിഴക്കൻ പ്രദേശങ്ങൾ വരെ ഖാണ്ഡവവനം എന്ന മഹാവനമായിരുന്നത്രേ. അഗ്നിദേവന്റെ ഉദരരോഗം മാറ്റുവാനായി ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം മഹാ ഔഷധങ്ങൾ നിറഞ്ഞ ഖാണ്ഡവവനം ഭക്ഷണമാക്കേണ്ടതുണ്ട്. പക്ഷേ ഖാണ്ഡവവനത്തിൽ അധിവസിക്കുന്ന തക്ഷകൻ അഗ്നിയെ തോൽപ്പിക്കുന്നതിനായി ദേവേന്ദ്രന്റെ സഹായം തേടുന്നു. വനദാഹത്തിന് തടസ്സമായി ഇന്ദ്രൻ മഴയുടെ താണ്ഡവം നടത്തുമെന്നായപ്പോൾ അഗ്നിദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണന് മുന്നിൽ തൻ്റെ സങ്കടം സമർപ്പിക്കുകയും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ഖാണ്ഡവവനത്തിന് മുകളിലെ ആകാശത്തിൽ അമ്പെയ്ത് ശരകൂടമുണ്ടാക്കി മഴ തടയുകയും അഗ്നിദേവൻ ഖാണ്ഡവദഹനം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഖാണ്ഡവവനം എരിയാൻ തുടങ്ങിയ സ്ഥലമാണ് എരുവ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. എരുവയുടെ സമീപ പ്രദേശങ്ങളായ പത്തിയൂർ, ഏവൂർ, മണ്ണാറശാല തുടങ്ങി കുട്ടനാടിൻ്റെ തീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി പ്രദേശങ്ങൾക്ക് ഖാണ്ഡവദഹനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല തെളിവുകളും ഇന്നും സാക്ഷി നിൽക്കുന്നു എന്നത് ചരിത്രം. സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാന്റെ പാദസ്പർശമേറ്റ മണ്ണിൽ തന്നെയാണ് ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നത് ആനന്ദകരമായ കാര്യം തന്നെയാണ്. പുരാതന കാലത്ത് എരുവക്ഷേത്രം ഇന്നു കാണുന്നതിലും വളരെ വലുപ്പമേറിയതായിരുന്നുവെന്നും അന്നേ സ്വർണ്ണക്കൊടിമരവും മറ്റുമുണ്ടായിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു. മാർത്താണ്ഡവർമ്മയുടെ ആക്രമണകാലത്ത് കൊടിമരം വെട്ടി പടിഞ്ഞാറ് വശത്തുള്ള വലിയ ചിറയിൽ നിക്ഷേപിച്ചതായി
പഴമക്കാർ പറഞ്ഞറിവുണ്ട്. എരുവയിലെ ഈ വിശാലമായ കുളത്തിനടിയിൽ മണ്ണ് മൂടപ്പെട്ട് കൊടിമരം കിടപ്പുണ്ട് എന്നാണ് വിശ്വാസം. മറ്റ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നിന്ന് എരുവ ക്ഷേത്രത്തിനുള്ള ഒരു പ്രത്യേകത ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്നു എന്നതാണ്. സാധാരണ ഭഗവാന്റെ ഉഗ്രമൂർത്തി ഭാവങ്ങളാണ് പടിഞ്ഞാറോട്ട് ദർശനമായി വരിക. ആദ്യകാലത്ത് കായംകുളം രാജാവ് ഉപാസിച്ചിരുന്നത് നരസിംഹ രൂപത്തിലുള്ള പ്രതിഷ്ഠയായിരുന്നുവെന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രം പുതുക്കിപ്പണിതപ്പോൾ ഉഗ്രമൂർത്തികൾക്കെന്ന പോലെ പടിഞ്ഞാറോട്ടുള്ള ദർശനത്തിൽ ചതുർബാഹുവായ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിക്കുവാനും തുടങ്ങി. അന്നു മുതൽ ഭഗവാനെ ഉണ്ണിക്കണ്ണനായി സങ്കല്പിച്ച് ഭക്തജനങ്ങൾ ആരാധിക്കുവാൻ തുടങ്ങിയെന്നുമാണ് പറയപ്പെടുന്നത്. ഉണരുമ്പോൾ ഭഗവാന്റെ സങ്കല്പപാദങ്ങളിൽ നമ്മെ സമർപ്പിക്കുന്നതായും ഉണർന്നിരിക്കുമ്പോൾ സദാ മന്ത്രജപം നടത്തുന്നതായും ഉറങ്ങുമ്പോൾ ഭഗവാന്റെ മടിത്തട്ടിൽ ഉറങ്ങുന്നതായും സങ്കല്പിച്ച് അങ്ങനെ സർവ്വചലനങ്ങളും ഭഗവാനിൽ അർപ്പിക്കുന്ന ഒരു ആത്മീയ സംസ്കാരം നിലനിർത്തുക എന്നതു തന്നെയാണ് ഇവിടുത്തെ ഓരോ കൂട്ടായ്മയുടെയും പരമമായ ലക്ഷ്യം. ശ്രീ ഗുരുവായൂരിലെത്തി മരപ്രഭുവാക്കിയൊരപരാധം ക്ഷമിച്ചൊരാ മാനസവ്യാസം കാണാൻ ശ്രീ ഗുരു പവനപുരേശനെ കാണാൻ ദ്വാരക തേടി പാമര ജന്മം ശ്രീ ഗുരുവായൂരിലെത്തി മരപ്രഭുവാക്കിയൊരപരാധം ക്ഷമിച്ചൊരാ മാനസവ്യാസം കാണാൻ ശ്രീ ഗുരു പവന. ദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങി. പ്രദോഷ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളായി. പൂന്താനം നീട്ടിയ പാനയിൽ നിറയെ മധുകണം തൂകിയില്ലേ, പാട്ടിൻ പാലാഴി ചുരത്തിയില്ലേ. പാഠായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗദിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം. മധുരയിൽ ഭഗവാന്റെ മണിമേട പൂകിയ കുചേലവൃത്തമായിന്നും ഞാൻ നിന്റെ കരുണയ്ക്കായി കാത്തു നിൽക്കുന്നു.